1994 അമ്മ എന്ന സംഘടന, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന താരസംഘടന പിറവികൊള്ളുന്നത്. അംഗങ്ങൾക്ക് സംരക്ഷണവും കരുതലും എന്നതായിരുന്നു ഈ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഇത് പ്രതിഫലിപ്പിക്കുന്ന പേര് നൽകിയത് അന്ന് ഭരത് മുരളിയാണ്. സിനിമയിലെ കാരണവരായ നടൻ മധുവിന്റെ ആശീർവാദവും നേതൃത്വവുമായി സംഘടന മാതൃകാപരമായി മുന്നോട്ടു പോയി. അമ്മയിൽ ആദ്യത്തെ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് സംഘടനയുടെ തലപ്പത്തുള്ളവർ സിനിമകളുടെ താരനിർണയമടക്കം നിർണയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോഴാണ്. അന്ന് തിലകനെ പോലെയുള്ള മഹാനടന്മാർക്ക് വിലക്ക് നേരിട്ട് പുറത്തു പോകേണ്ടി വന്ന സംഭവമുണ്ട്. അതൊക്കെ അമ്മ സംഘടനയെ സംബന്ധിച്ച് കൈപ്പേറിയ ചരിത്രമായി ഇന്നും നിലനിൽക്കുന്നതാണ്. പിന്നീട് നിർമ്മാതാക്കളോ അഭിനേതാക്കളോ ആണോ വലുത്? അങ്ങനെ ഒരു ചോദ്യം മറ്റൊരു ഘട്ടത്തിൽ ഉയർന്ന ഒരു ഈഗോ പ്രശ്നം അതിനകത്തുണ്ടായി. താരങ്ങൾ ഇക്കാര്യത്തിൽ ചേരിതിരിഞ്ഞ് അത് വ്യവസായത്തിലടക്കം പ്രതിസന്ധി ഉണ്ടാക്കി. പിന്നീടാണ് ഒരു വലിയ സംഭവം താരസംഘടന അമ്മയെ പിടിച്ചുലയ്ക്കുന്നത്. അത് നടിയെ ആക്രമിച്ച കേസാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് പ്രതിയായി. അത് അമ്മയിൽ വലിയ കോളിളക്കമുണ്ടായി. പിന്നീടും പല 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 വിവാദങ്ങളുണ്ടായി. ഇതിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് പിറവികൊണ്ടു. പിന്നീട് ഈ സ്ത്രീകൾ നേരിടുന്ന വിവേചനം പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആ ഭരണസമിതിക്ക് തന്നെ മാറേണ്ടി വന്നു. വനിതകൾ തലപ്പത്തേക്ക് വന്നു. ശ്വേതാ മേനോൻ പ്രസിഡന്റും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമായി. ലക്ഷ്മി പ്രിയ, അൻസിബ, നീന കുറുപ്പ്, സരയു തുടങ്ങിയ വനിതാ പ്രാതിനിധ്യം ആവോളമായി. ഇത് വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമായാണ് സമൂഹം കൊട്ടിഘോഷിച്ചത്. സിനിമയിൽ അടിച്ചമർത്തൽ നേരിട്ടിരുന്ന വനിതാ സമൂഹം ഇവരിൽ വലിയ പ്രതീക്ഷയർപ്പിച്ചു. പക്ഷേ കുത്തിത്തെരിപ്പും പരദൂഷണവും മാത്രമാണ് അമ്മ ഭരണസമിതിയിൽ നടന്നിരുന്നതെന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്ന കാര്യങ്ങൾ. പിന്നീട് നടന്ന സംഭവങ്ങൾ നമ്മളുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ടിനി ടോമിനെതിരെ പരാതി ഉന്നയിച്ച് അൻസിബ രാജിവെച്ചു. അൻസിബയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംഘടനയുള്ളവർ രംഗത്ത് വന്നു. ഇപ്പോൾ പരാതി ഉന്നയിച്ചവരെ കേൾക്കാൻ ഒരുങ്ങുകയാണ് താരസംഘടനയായ അമ്മ. കേൾക്കാൻ അമ്മ. നിലവിൽ ചേരിപ്പോരിൽ 4 താരങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അമ്മ ഭരണസമിതി. ടിനി ടോമും അൻസിബയും അടക്കം നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. നേതൃത്വത്തിന് മുന്നിലേക്ക് ഇല്ലെന്ന് അൻസിബ പറയുന്നു. നിഷ്പക്ഷ സമിതിയെ നിയോഗിക്കണമെന്നാണ് ആവശ്യം. ജോയ്മോനാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത്. ജോയ്മോൻ, ഗുഡ് ഈവനിങ്. ഇപ്പം അമ്മ അവരുടെ ആഭ്യന്തര വിഷയമായി ഒതുക്കാൻ ശ്രമിക്കുമ്പോഴും വിഷയം ഇപ്പോൾ പോലീസിന്റെ പരിഗണനയിലെത്തി, നിയമ നടപടികളിലേക്കെത്തി. സംസ്ഥാന പോലീസ് മേധാവിക്ക്, ആഭ്യന്തരമന്ത്രിക്ക്, ആഭ്യന്തര സെക്രട്ടറിക്കൊക്കെയും പരാതി നൽകിയിരിക്കുകയാണ് അൻസിബ. അപ്പോൾ അങ്ങനെ ഒരു വാട്സപ്പ് മെസ്സേജിൽ തുടങ്ങിയ വിഷയം നിയമ നടപടികളിലേക്ക് എത്തുകയാണ്. ഇത് അമ്മയിൽ എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്? ജോയ്മോൻ, വിശകലനം ചെയ്യുമ്പോൾ എന്തൊക്കെ മനസ്സിലാകുന്നു? ഗുഡ് ഈവനിങ് സേതു. നമുക്കറിയാം, താരസംഘടന അമ്മ രൂപീകൃതമായതിനു ശേഷം പലപ്പോഴായി പല ഘട്ടങ്ങളിലായി പല പൊട്ടിത്തെറികൾ അല്ലെങ്കിൽ പല ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അത് കഴിഞ്ഞ അവസാനമായി ഈ താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നേതൃനിരയിൽ വലിയ മാറ്റങ്ങൾക്ക് വരെ വഴി തുറന്നിരുന്നു. അതായത് വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന സ്ത്രീകൾ, സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളടക്കം ഈ നേതൃനിരയിലേക്ക് എത്തുകയുണ്ടായി. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകുന്നു, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആകുന്നു. അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ വലിയ വിപ്ലവകരമായ ഒരു മാറ്റം എന്ന് കൊട്ടിഘോഷിച്ചേർന്ന നേതൃമാറ്റത്തിൽ ഇടയിലാണ് ഇപ്പോൾ പുതിയ ഒരു ആഭ്യന്തര കലാപം അല്ലെങ്കിൽ ആഭ്യന്തര കലഹം വീണ്ടും അമ്മയിൽ ഉടലെടുത്തിരിക്കുന്നത്. അത് നമുക്കറിയാം, ഈ ടിനി ടോമിനെതിരെ ഈ നടി അൻസിബ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയതോടുകൂടിയാണ് വീണ്ടും ഈ അമ്മയിലെ കലഹം അല്ലെങ്കിൽ ചേരിതിരിഞ്ഞുള്ള പോര് വീണ്ടും മുറുകുന്നത്. ഇത് പ്രധാനമായും 4 താരങ്ങളാണ് ഇത്തരത്തിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതിൽ അൻസിബ, അതുപോലെ തന്നെ അൻസിബ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ടിനി ടോം, അതുപോലെ തന്നെ കുക്കു പരമേശ്വരൻ, അതുപോലെ തന്നെ ലക്ഷ്മി പ്രിയ എന്നിവരാണ് ഇത്തരത്തിൽ ഈ പോര് വീണ്ടും വഷളാക്കുന്നതിൽ പോരുമായി ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ സജീവമായി ഈ അമ്മയിലെ പ്രശ്നങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു. അത് അമ്മ എന്ന സംഘടനയിൽ നിന്ന് വിട്ട് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് വരെ കടക്കുകയാണ്. അപ്പോൾ പ്രധാനമായും ഈ പ്രശ്നങ്ങൾ അടുത്ത മാസം അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടത് താരസംഘടന അമ്മയ്ക്ക് ഏറ്റവും അനിവാര്യമാണ്. അതിന് മുന്നോടിയാണ് ഇപ്പോൾ തിടുക്കത്തിലൊരു നീക്കം അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ, പ്രശ്നം രമ്യതപ്പെടുത്ത ഒരു നീക്കവുമായി താരസംഘടന ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതിൽ പ്രധാനമായ കാരണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ഈ പ്രധാനമായും ഈ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചേരിതിരിഞ്ഞുള്ള പോരാട്ടത്തിൽ നടത്തുന്ന ഈ 4 താരങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതായത് ഈ വരുന്ന ജൂൺ 1-നും 3-നും ഇടയിൽ ഇവർ അമ്മയുടെ താരസംഘടനയായ അമ്മയ്ക്ക് മുമ്പാകെ എത്തി, അവരുടെ നേതൃത്വത്തിന് മുമ്പ് എത്തി കാര്യങ്ങൾ വിശദീകരിക്കണം. എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായ വിശദീകരണങ്ങൾ നടത്തണം, അവരുടെ ഭാഗം വിശദീകരിക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് ഹാജരാക്കാനുള്ള തെളിവുകളൊക്കെ ആ സമയത്ത് ഹാജരാക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതിലൊരു വെല്ലുവിളി എന്നാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സാഹചര്യം. എന്താ വെച്ചാൽ അൻസിബ
ഇനി ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ട് കൂടിയാണ് അൻസിബ താരസംഘടന അമ്മയുടെ മുമ്പാകെ എത്തി ഇത്തരത്തിലുള്ള വിശദീകരണം നടത്തുമോ എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അൻസിബ ഇത്തരത്തിൽ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നമുക്കറിയാം പ്രധാനമായും ഈ ചേരിപ്പോർ രൂക്ഷമായതിന് പിന്നാലെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ടിനി ടോമിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ടിനി ടോം തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുകയും അതുപോലെ തന്നെ അശ്ലീല ചുവയുള്ള കുപ്രചാരണങ്ങൾ ദുഷ്പ്രചാരണങ്ങൾ നടത്തി എന്നുൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് അൻസിബ താരസംഘടന അടക്കം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞത് സ്ത്രീകൾ നേതൃനിരയിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ താരസംഘടന അമ്മയിൽ പരിഹരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷ താരങ്ങൾക്കും അതുപോലെ തന്നെ നേതൃനിരയിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ ഒന്നും ബലവത്തായില്ല അല്ലെങ്കിൽ ഫലപ്രദമായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് ഏറ്റവും ശ്രദ്ധേയമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ താരസംഘടനയ്ക്ക് മുമ്പാകെ കാര്യം വിശദീകരിക്കാൻ അല്ലെങ്കിൽ തന്റെ ഭാഗം വിശദീകരിക്കാൻ അൻസിബ എത്തുമോ എന്നുള്ള കാര്യമാണ്. അതായത് നിലവിൽ ഇപ്പോൾ അൻസിബ ഈ പരാതികളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെയും പരാതിയിൽ പറയുന്നതിന് പിന്നാലെ തന്നെയും ഈ താരസംഘടന അമ്മയുടെ മുമ്പാകെ നേരിട്ട് ഹാജരാകാൻ താൻ ആവശ്യപ്പെടുന്നു. ശരി, അങ്ങനെ ഒരു വാട്സ്ആപ്പ് മെസ്സേജിൽ തുടങ്ങിയ വിഷയം അതൊരു പോലീസ് നടപടിയായി മാറിയിരിക്കുന്നു അമ്മയെ സംബന്ധിച്ചിടത്തോളം.